ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ബി.ജെ.പി പ്രവർത്തകർ ഈസ്റ്ററിന് ആം, വലിയ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ ഭവനങ്ങൾ സന്ദർശനം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഈ ക്രിസ്ത്യൻ ഭവനങ്ങൾ ബി.ജെ.പി യുടെ അണികളും നേതാക്കളും ഒക്കെ സന്ദർശനം നടത്തുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ വലിയ രീതിയിലുള്ള അമർഷവും ദേഷ്യവും പിന്നെ മറ്റു പാർട്ടിക്കാർക്ക് അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് അതുണ്ടാവും. കാരണം അവരുടെ വോട്ട് ബാങ്ക് ചോർത്തിയെടുക്കുന്നു എന്നുള്ളതിന് അവർക്ക് പലതും പറയാം. രാഹുൽ മാങ്കൂട്ടം ഒക്കെ ഒരു ഡയലോഗ് അടിച്ചു, അതിനെതിരെ അയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ബി.ജെ.പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ബി.ജെ.പി ക്രിസ്ത്യൻ കേക്ക് കൊണ്ടുപോയത് നന്നായി കയ്യിൽ ഈ ഈസ്റ്റർ ദിനത്തിന്, മണിപ്പൂരിലെ പോലെ പിച്ചാത്തിയുമായിട്ട് പോകാത്തത് എന്തായാലും നന്നായി എന്ന് പറഞ്ഞു. വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. അതിന് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഉം, കല്യാണമാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പാല് കാച്ചലാണ് എന്ന് പറയുന്നത് പോലെ അപ്പുറത്ത് ബി.ജെ.പി കേക്ക് കൊണ്ടുപോകുന്നു, ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജോസഫ് പാംബ്ലാനി എന്ന് പറയുന്ന വൈദികൻ, അദ്ദേഹം ഒരു സൈഡിൽ നിന്ന് ഡയലോഗ് അടിക്കുകയാണ്. ഈ മതേതരത്വം ഭരണഘടന രാജ്യത്തിന് നൽകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നുവെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ ജോസഫ് പാംബ്ലാനി പറയുന്നുണ്ട്. പുള്ളിക്കാരൻ വലിയ രീതിയിലാണ് പറയുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ദുഃഖവെള്ളി ആചരിക്കുകയാണ് നമ്മളിപ്പോൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജബൽപൂരിലും മണിപ്പൂരിലും ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ പലരും പീഡ അനുഭവിച്ചു. കുരിശിന്റെ വഴി പരിപാടിയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതായത് ബി.ജെ.പി ക്രിസ്ത്യാനികളുമായിട്ട് അടുക്കുന്നു. എന്റെ ഒരു ചോദ്യം ഇതാണ്, അദ്ദേഹം അത് പറഞ്ഞോട്ടെ, അതിൽ പ്രശ്നമില്ല. പിന്നെ വളരെ കോമഡി ആയിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, മതവും രാഷ്ട്രീയവും തമ്മിൽ നമ്മൾ കൂട്ടിക്കലർത്തരുത് എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഒരു വൈദികൻ പറയുകയാണ്. ഇവിടെ ഈ റംസാന്റെ മറ്റേ ഈദുൽ ഫിത്തറിന്റെ ജുമാ നടന്നാലും അതിനകത്ത് ഇവിടെ ആധ്യാത്മിക നേതാക്കളായിട്ടുള്ള പാളയത്തുള്ള മൗലവിയൊക്കെ വന്ന് എന്താ പ്രസംഗിക്കുന്നത്? CAA, കശ്മീര്, പൗരത്വം, കർഷക നിയമം, ശൂലം, ഭ്രൂണം, ഗർഭിണി, ഗുജറാത്ത്, ഇതൊക്കെയല്ലേ ഇവര് പ്രസംഗിക്കുന്നത്. ഇവർക്ക് ഇവിടെ വേറെ ഒന്നും പ്രസംഗിക്കുകയില്ലല്ലോ. അത് പ്രസംഗിക്കാത്തത് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള പള്ളിയിൽ അച്ഛന്മാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ടും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവരങ്ങനെ നമ്മൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ല. കാരണം അവർ ഈ ഇടയലേഖനമൊക്കെ ആയിട്ട് പുറത്തിറക്കിയായിരുന്നു അവരുടെ പതിവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ബി.ജെ.പി നൈസായിട്ട് ഈ ക്രിസ്ത്യാനികളുടെ അടുത്തോട്ട് അടുക്കുന്നു എന്ന് കണ്ടപ്പോ ഞങ്ങളുടെ അടുത്തോട്ട് അവർ വരികയാണ് എങ്കിൽ പിന്നെ ഞാൻ രണ്ട് പറഞ്ഞു കളയാം എന്ന് പറഞ്ഞ് പല അച്ഛന്മാരും പല സ്ഥലത്ത് നിന്ന് ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതുപോലെ ഒരു അച്ഛനാണ് ഈ ചെയ്തത് ശരിയായില്ല എന്നാണ് എന്റെ ബേസിക് ആയിട്ടുള്ള അഭിപ്രായം. കാരണം ഈ മേടയിൽ നിന്ന് പ്രസംഗിച്ചു, ഈ സംഖ്യകളുമായിട്ട് അടുക്കുന്ന ക്രിസ്ത്യാനികൾക്ക് നമ്മൾ ഒരു പുതിയ വിളിപ്പേര് വീണ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ കുഞ്ഞാടുകളെ? ആ വിളിപ്പേരെന്ന് പറഞ്ഞാൽ ക്രിസംഖി എന്നാണെന്ന് പറയുന്നത്. ഈ പുള്ളിക്കാരൻ പറഞ്ഞു വിട്ട ഒരു സാധനമാണ് ഇപ്പൊ ക്രിസ്ത്യാനികളെ മുഴുവൻ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസംഖി 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 എന്ന് പറഞ്ഞ് അത് പിന്നെ മീഡിയ വണ്ണങ്ങ് ഏറ്റെടുത്തു. അതൊരു സൈഡിൽ അങ്ങ് തുടങ്ങി. അങ്ങനെ അച്ഛന്മാരൊക്കെ വളരെ നല്ല സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. വേറൊരു സൈഡിൽ കൂടെ നമ്മുടെ ബി.ജെ.പിയുടെ കേക്ക്, വീന് ഇതൊക്കെ ആയിട്ട് കയറുന്നുണ്ട്. സുരേഷ് ഗോപി മുട്ടിലെഴയുന്നുണ്ട്, വാഴക്കൊല കൊണ്ടുവയ്ക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പുറത്തിൽ നിന്ന് അച്ഛന്മാര് നല്ല മുട്ടം താറ്റടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത് ബി.ജെ.പിക്കാർക്ക് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോ അതിനിടയിൽ കൂടെ മാധ്യമ പ്രവർത്തകർ അവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള കുത്തിത്തിരിപ്പൊക്കെ നടത്തുന്നുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്ന, ഒരു 10 വർഷം മുമ്പേ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന, ഒരു 10 വർഷം മുമ്പേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ പ്രേമം വരാത്തതെന്ന് ബി.ജെ.പിക്കാരോട് ചോദിക്കുന്നുണ്ട്. അത് എന്റെ ഒരു ചോദ്യമാണ് ബിജുചേട്ടനോട്. എന്തുകൊണ്ട് ഇത് വന്നിട്ടില്ല? ഇതിപ്പോ തുടങ്ങിയ ഒരു സീസണൽ പ്രേമമാണോ എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ ജീവിച്ചിരിക്കുന്നത്. ബി.ജെ.പി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിന്ദു പാർട്ടിയാണ് അല്ലെ? എന്തൊക്കെ പറഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് പറഞ്ഞാലും നമ്മള് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്കും, മുസ്ലിങ്ങൾക്കും, ഇവിടെയുള്ള സിഖിനും ജൈനനും എല്ലാവർക്കും, ബുദ്ധന്മാർക്കും എല്ലാവർക്കും എല്ലാം തുല്യമായിട്ട് വീതിച്ച് നൽകുന്ന പാർട്ടി ഹിന്ദു പാർട്ടിയും. അതേസമയം സുപ്രീം കോടതിയിൽ പോലും ഞങ്ങൾ മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളെ മാത്രമേ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് മതേതര പാർട്ടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഹിന്ദു പാർട്ടിയായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ബി.ജെ.പി ഒരു ഓണത്തിനോ ഒരു വിഷുവിനോ ഒന്നും ഇവിടെയുള്ള പാവപ്പെട്ട ഹിന്ദുക്കളുടെ വീടുകളൊന്നും കയറി ഞാൻ കണ്ടിട്ടില്ല. എന്താ തോന്നുന്നത് ഈ കാര്യത്തിൽ? ഈ 10 വർഷം മുമ്പും ബി.ജെ.പിക്കാര് ക്രിസ്ത്യാനികളുമായിട്ട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു രീതിയാ. അതായത് അന്ന് ഈ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളും മറ്റുമൊക്കെ അരമനകൾ കയറി ഇറങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് അതിനകത്ത് നമ്മുടെ ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള സാറാണ് അതിന്റെ ഒരു വലിയ ആള്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല കണക്ഷൻസും ഉണ്ടായിരുന്നു മറ്റു നേതാക്കന്മാരും. അന്നൊക്കെ ഈ ബി.ജെ.പിക്ക് അരമനെ പോയിട്ട് ആളുകളിടയിൽ പോലും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം 10 വർഷം മുമ്പ്.
BJPക്ക് അങ്ങനെ വലിയ റോളും അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പിക്ചറിലൊന്നും BJPക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി കയറിയതിനു ശേഷമാണ് BJPക്ക് ഇന്ന് കാണുന്ന നിലയം കേരളത്തിലേക്ക് വന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മുമ്പ് BJPക്കാരുണ്ടായിരുന്നു, പക്ഷെ അന്നുണ്ടായിരുന്ന BJPക്കാർ കറ കളഞ്ഞ നല്ല ഒന്നാം തരം BJPക്കാരായിരുന്നു. ആദർശത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന, നിലപാടുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു ശാഖയിലൊക്കെ പോയി വന്നിട്ടുള്ള BJPക്കാരായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, പാർട്ടികളോട് വളർന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് പല വഴിക്ക് ആൾ വരുമല്ലോ. അപ്പോ ഇപ്പോൾ ഈ ഒരു നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിനു ശേഷം 2014 തൊട്ട് 2019 വരെയും കേരളത്തിലെ BJPക്ക് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനവർ ഒരുപാട് പണികൾ അവർ നടത്തി. ചില അച്ഛന്മാരെയൊക്കെ ഇവർക്ക് കൈ കിട്ടി, അവരുമായിട്ടൊക്കെ ചില ധാരണകളും മറ്റും ഉണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ പലരെയും മന്ത്രിമാരാക്കി, പലരെയും പല പോസ്റ്റുകളിലാക്കി, പലരും വാരിക്കോരി നൽകുകയൊക്കെ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചില്ല. 2019 തൊട്ട് 23 വരെയും ഇതുപോലെ ആയിരുന്നു സ്ഥിതിയെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. അതായത് 2022, 23 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നിന്ന് ചില സഭാ നേതൃത്വവും ഒക്കെ ആയിട്ട് പ്രധാനമന്ത്രി നേരിട്ട് ചർച്ച നടത്തുന്ന തലത്തിലേക്ക് അത് മാറിയിരുന്നു. മുമ്പ് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പണി വെച്ചാൽ ഗോവ ബിഷപ്പ് വഴിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് മാറിയിട്ട് ഇവർക്ക് തന്നെ നേരിട്ട് ഒരു ആക്സസ് കിട്ടി തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇവർ കുറച്ച് കൂടുതലായിട്ട് അടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ അടുക്കാൻ തുടങ്ങുന്നത് ഒരു അപകടമാണ് എന്ന് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയും. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ BJPക്ക് നേട്ടം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളുടെ അടപടലം BJPയിലേക്ക് വരുമെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മുടെ കേരളത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് 5000 തൊട്ട് 10000 വോട്ടുകൾ വരെയാണ് ഒരു മണ്ഡലത്തിന്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ 11ഓളം മണ്ഡലങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളുണ്ട്. അവിടെ ഒരു 10,000 5,000 ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് അവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ 15,000 വോട്ടിനാണ് തോറ്റുപോയത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു 8,000 വോട്ടുകൾ അദ്ദേഹത്തിന് അധികം കിട്ടിയിരുന്നെങ്കിൽ, 15,000 വോട്ട് പിടിക്കേണ്ട ആവശ്യമില്ല, 8,000 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് ജയിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ആ 8,000 വോട്ട് എവിടുന്നെങ്കിലും, അതിനകത്തൊരു ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് 2,000 3,000 ഒക്കെ കൂടെ കിട്ടിയിരുന്നെങ്കിലും കഥയൊന്ന് മാറി മറിഞ്ഞാണ്. അപ്പം ആ ഒരു 10,000 2,000 വോട്ട് മറിഞ്ഞാൽ പോലും ജയപരാജയങ്ങൾ മാറി മറിയുന്ന അനവധി മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അപ്പൊ അതാണ് അവർ നോക്കുന്നത്. അതായത് ഈ മുഴുവൻ പേരുടെ വോട്ട് എന്തായാലും കിട്ടില്ല. ഒരു 18% ക്രിസ്ത്യൻസ് ഉണ്ട്. 18% ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും 1% കിട്ടിയാൽ പോലും അത് വലിയ വേരിയേഷൻസ് ഓരോ മണ്ഡലത്തിലും ഉണ്ടാക്കും. അതാണ് ഇവരുടെ കണക്കൂട്ടലുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹിന്ദു 54% ഉണ്ട് എന്നുള്ളതാണ് 2011 കണക്ക് പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പൊ ചിലപ്പോൾ അതിന് താഴെ ആയിരിക്കാം, 50% വരെ കാണത്തുള്ളൂ. അപ്പോ 50%വും BJPയുടെ പിന്നിൽ അണിനിരക്കുന്നില്ലല്ലോ. അതിനകത്ത് BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ ഹിന്ദുവിലുള്ള 15%, 50% ഹിന്ദുവിൽ 15%, ബാക്കിയുള്ള 35% ഇപ്പോഴും UDFനും LDFനും ഇടയിൽ വിഭജിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ്. അപ്പൊ അത് ഒറ്റയടിക്ക് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് വലിയ പാടാണ്, വലിയ പ്രയാസം. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ആ വോട്ട് ഒരു വിഭാഗത്തിൽ, ഒരു മതവിഭാഗത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടില്ല ഒരിക്കലും. കാരണം പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ. ഇപ്പം ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് BJPക്കാരുണ്ട്. കാരണം അവരുടെ വോട്ട് എന്തായാലും BJPക്ക് ആയിരിക്കുമല്ലോ കിട്ടുന്നത്, അത് മറ്റേ വേറൊരു പാർട്ടിക്ക് പോകും എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിനുണ്ടെങ്കിലും പൂർണ്ണമായി കിട്ടില്ല. അപ്പോൾ പിന്നീട് ഇതിന്റെ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടുവാൻ ഇവർക്ക് വേണ്ടി വരുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകളോട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കേരളത്തിൽ ഇവർ പറയുന്നത് പോലെ ഇവർക്ക് ഒരു വളർച്ച BJPക്ക് ഉണ്ടാകുള്ളൂ. അല്ലാതെ BJP ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു വളർച്ച ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല നമുക്ക്. അപ്പൊ അതാണ് അവർ നോക്കുന്നത്. കാരണം ഇപ്പോഴും അവർക്കുള്ള ഒരു 17 ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 18% അവർ വോട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ 18 എന്നുള്ളത് ഒരു 5% കൂടെ കൂട്ടിക്കൊണ്ട് 23%ലേക്കൊക്കെ അവർക്ക് എത്താൻ കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിൽ അവർക്ക് ജയിച്ചു കയറാൻ കഴിയും. കേരളത്തിൽ വലിയൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പല മണ്ഡലത്തിൽ ജയിച്ചു കയറാനും മറ്റു ചില മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമായി മാറാനും അവർക്ക് കഴിയും. അവിടെയാണ് ഇവർ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഞങ്ങൾ ഭരിക്കുമെന്ന് പറയുന്നത്. ഭരിച്ചില്ലെങ്കിൽ പോലും ഒരു മേജർ പൊസിഷനിലേക്ക് ഇവർക്ക് എത്താൻ കഴിയും. ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിലോ ഒരുപക്ഷെ ഒരു പ്രതിപക്ഷമാകാൻ പറ്റും. ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ഇവരുണ്ട് എന്നൊരു ധാരണ ഇവർക്ക് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയും. അതാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അവർ കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മണിപ്പൂർ എന്ന് പറയുന്നത്, മണിപ്പൂരിൽ BJPയും അവിടുത്തെ ക്രിസ്ത്യാനികളും തമ്മിൽ യാതൊരു വിഷയങ്ങളുമില്ല. അവിടെ കുക്കികളും മേറ്റുകളും തമ്മിലുള്ള വിഷയങ്ങളാണ്. അവിടെ BJP എന്ന് പറയുന്ന BJPക്ക് അങ്ങനെ വലിയ വേരോട്ടമുള്ള UP പോലെയോ ഇല്ലെങ്കിൽ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനമൊന്നും അല്ല മണിപ്പൂര്. അവിടെ ഈ മുൻപ് മണിപ്പൂർ പീപ്പിൾസ് പാർട്ടിയിൽ നിന്നും
നാഷണൽ പീപ്പിൾസ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നവർ പിന്നീട് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എപ്പോഴാണ് എങ്ങോട്ടാണ് ആൾക്കാർ മറുകണ്ഠം ചാടുന്ന ഒരു പിടുത്തവും അവരെ കൂടെ ചാടി വന്നാണ് BJP-യെ അവിടെ ഒരു പരുവത്തിലൊക്കെ ആക്കിയത്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ ബിരൺ സിംഗിനെ പോലെ ഒരു നല്ല നേതാവിനെ അവർക്ക് മുന്നിൽ നിർത്താൻ കിട്ടി. ബിരൺ സിംഗ് നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു, നല്ലൊരു നേതാവാണ് കോൺഗ്രസിന്റെ. അവിടെ നിന്ന് അദ്ദേഹത്തെ ചാടിച്ച് BJP-യിൽ എത്തിച്ച് ഒരു മുഖമാക്കാൻ കഴിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ BJP ഇന്നും മണിപ്പൂരിലൊന്നും കച്ചി പിടിക്കത്തില്ല. മണിപ്പൂരിൽ എന്നാണ് BJP അവിടെ ഒരു സ്ട്രോങ് ആയിട്ട് വരുന്നത്? ഇപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് എന്നാണ് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്നത്? 5 വർഷം പോലും ആയിട്ടില്ല. നരേന്ദ്രമോദിയൊക്കെ കയറി 2017 അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേന് അവർക്ക് അങ്ങനെ വലിയ സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. അവര് സഖ്യകക്ഷികളുടെ സഹായത്തോടെ അവിടെ ഭരിച്ചിരിക്കുന്നത് വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പൊ അവിടെ അങ്ങനെ അവര് വലിയ ശക്തിയൊന്നുമല്ല. അങ്ങനെ BJP-യുടെ MLA-മാർ 10 MLA-മാർ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള MLA-മാരാ. BJP-യുടെ തന്നെ ഇപ്പൊ ജയിച്ച് ഇറങ്ങുന്ന 10 പേര് കുക്കി വിഭാഗത്തിൽ നിന്ന്. ബാക്കിയാണ് മെയ്തി വിഭാഗത്തിൽ നിന്ന്. 30 അതിനടുത്ത് അങ്ങനെ MLA-മാർ ജയിച്ചിട്ടുണ്ട്. അത് 10 പേര് കുക്കികൾ തന്നെ. അപ്പം രാഷ്ട്രീയമല്ല അവിടുത്തെ സംഘർഷം. രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല. മതപരമാണോ എന്ന് വെച്ചാൽ മതപരവുമല്ല. ഗോത്രവർഗ വിഭാഗങ്ങൾ തമ്മിലുള്ള അവർക്കിടയിലുള്ള ഒരു സംഘർഷമാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അത് തുടങ്ങിയിട്ട് 10-64 വർഷങ്ങളായി. അതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതാരും പുതിയതായിട്ട് പറയുന്നുമല്ല. പിന്നെ നമുക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും ഒരാളെ വടക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശു കുത്തി ചത്തു കഴിഞ്ഞാലും BJP ആണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മാധ്യമ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടുകയുമില്ല. കർണാടകത്തിൽ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് മിണ്ടില്ല. ഇതാണ് ഒരു വൺ സൈഡ് പൊളിറ്റിക്സ് ആണ്. പിന്നെ വൈദികർ കൂടുതലായി ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് ഇടപെടുന്നു എന്നുള്ളത് അനുഷ് പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ്. മുൻപ് ഈ ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള വൈദികരാരും തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. അവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ന്യൂട്രലിൽ നിന്നുകൊണ്ട് നടത്തിയിട്ടില്ല. അവർ ന്യൂട്രലിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യം സാധിച്ചെടുക്കുമായിരുന്നു. ആരാണോ ഭരിക്കുന്നത് അവരെ പോയി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നേടിയെടുക്കുമായിരുന്നു. അവരുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടോ പള്ളികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ നേടിയെടുക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. കുറച്ചുകൂടി പബ്ലിക് ആയിട്ട് അവർ വന്ന് നിന്നുകൊണ്ട് ഒരു ഗെയിം. പക്ഷെ ഇപ്പൊ കൂട്ടത്തോടെ ഈ അച്ഛന്മാർ ഇറങ്ങി നിന്നിട്ട് പല വഴിക്കും ഈ കമന്റുകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസ്താവന നടത്തുന്നു. അതിന്റെ പിന്നിലെ ഒരു പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലങ്ങളായിട്ട് കേരളത്തിലെ ക്രിസ്തീയ സഭകളിലും അവിടുത്തെ അച്ഛന്മാരുമൊക്കെ UDF-നോട് ഓരം ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. ഒന്ന്. വളരെ ചെറിയൊരു ശതമാനം CPM-നോടും ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. അപ്പൊ ഇപ്പൊ UDF-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം വോട്ടർമാരായ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് ഈ BJP കടന്നു ചെല്ലുന്നു. BJP കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായി അവരുടെ വോട്ട് ബാങ്കിൽ ചെറിയ വിള്ളലുകൾ വീഴുന്നു. വിള്ളലുകൾ വീഴുമ്പോൾ അതിനെ നിർത്തേണ്ട ചുമതല ഈ പറയുന്ന സഭാ നേതൃത്വത്തിലുള്ള പലർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഈ വെപ്രാളപ്പെട്ട് തുരാന്നും പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. കാരണം അവിടെ ഇപ്പൊ മുനമ്പം വിഷയമായതിനൊക്കെ തന്നെ അതിനകത്തൊക്കെ തന്നെ ഈ വൈദ്യർ അഭിപ്രായം പറഞ്ഞ കാര്യം, ഇവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാറി മറിയുന്നു എന്ന് അവർക്കൊരു തോന്നൽ വരുന്നു. കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ അവരുടെ കാൽക്കീഴിൽ നിന്ന് പോയി തുടങ്ങുന്നു എന്നൊരു രീതി വരുന്നു. ഇവിടെ കോൺഗ്രസുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന പല വൈദികർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു പ്രഷർ ഈ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഭാ നേതൃത്വത്തിനോ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്നൊരു ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. അതിനകത്ത് അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നാൽ വലിയ സഭയുടെ തലപ്പത്തിരിക്കുന്നവരൊന്നും ആ രീതിയിലേക്ക് പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ അച്ഛന്മാര് അകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം ഈ മുമ്പ് അതില്ലായിരുന്നു. വൺ സൈഡ് മാത്രം ഒരു പ്രസ്താവന നടത്തിയാൽ മതിയെങ്കിൽ ഇപ്പോഴത് പോരാ. രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ ഈ സഭാ നേതൃത്വത്തിലെ പല അച്ഛന്മാരും നിൽക്കുന്നത്. കാരണം ഒന്ന് BJP-യെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് മണിപ്പൂർ പൊങ്ങി വരും. അപ്പൊ മണിപ്പൂരിനെ ബാലൻസ് ചെയ്യണം, BJP-യെ തടയാനും വയ്യ കൊള്ളാനും വയ്യ. ഈ രണ്ട് അവസ്ഥയിൽ നിന്ന് ബാലൻസ് കളിയാണ്. അപ്പൊ ഇന്ന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇന്ന് ഇവിടെ നിന്ന് BJP-യും കേന്ദ്ര സർക്കാരിനെ മോശത്തരം പറയും, നാളെ സംസ്ഥാന സർക്കാരിനെ മോശത്തരം പറയും. ഇവിടെ രണ്ടിടത്തും സേവ് ചെയ്യുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പറയാനൊന്നുമില്ല, ലോജിക്കലി പറയാനൊന്നുമില്ല. പക്ഷെ അവരെ അവിടെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടരെ മാറിയും തിരിച്ചും ബാലൻസ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരള പൊളിറ്റിക്സ് മാറിയിട്ടുണ്ടെങ്കിൽ BJP അവരുടെ ഇടയിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനെ ചെലുത്തിയത് കൊണ്ടാണ് ഇപ്പോഴവർക്ക് ഈ ഒരു ചാഞ്ചാട്ടത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടി വരുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. അവർക്ക് BJP-ക്കെതിരെ പരസ്യമായിട്ട്, നരേന്ദ്രമോദിക്കെതിരെ 2014 ശേഷമൊക്കെ അവർ എത്ര പരസ്യമായ സ്റ്റേറ്റ്മെന്റുകൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പരസ്യമായ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയതിൽ നിന്ന് ഇപ്പോൾ അവർ ചിലരെങ്കിലും അത് തിരിച്ചു പറയാൻ, മോദിക്ക് സപ്പോർട്ടഡ് ആയിട്ട് വരാൻ, മുഖ്യധാരയിലേക്ക് വരുന്നതും
ഒപ്പം തന്നെ ഈ ബാലൻസ് കളി നടത്തുന്നതുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് BJP ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന മൂവ്മെന്റ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഫലം കണ്ടു തുടങ്ങുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അവരുടെ ഒരു സംഘടന കാസ എന്നൊക്കെ പറഞ്ഞൊരു സംഘടന അവർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. ഈ കാസ നായകനാഥൻ ഗോവിന്ദൻ മാസ്റ്ററും മീഡിയ കരയുന്നത് എന്തുകൊണ്ടാണ്? ആ സംഘടനയ്ക്ക് ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവർക്കിടയിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ ആ സംഘടനയ്ക്ക് കഴിയുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യം. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ പഴയതുപോലെ അല്ല BJP. പണ്ട് BJP ഈ അവിടെ ഇവിടെയൊക്കെ ചില സഹായങ്ങൾ ചെയ്ത് കൊടുക്കുമെങ്കിൽ ഇപ്പോൾ അവർ അങ്ങനെയല്ല. അവർ കുറച്ചുകൂടെ അവരുടെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ BJPയുടെ നേതൃത്വ നിരയിലേക്കും മറ്റുമൊക്കെ കൊണ്ടുവരാനും ഇപ്പൊ തന്നെ ഈ ജില്ലാ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചപ്പോൾ അവിടെ ജില്ലാ പ്രസിഡന്റുമാരെ 2 3 പേരെ കണ്ട് ക്രിസ്ത്യാനികളാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ചേർത്ത് നിർത്താനും കൂടെ ശ്രമിക്കുമ്പോൾ ഇതിന്റെ ഒരു പിക്ചർ മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തൃശ്ശൂർ പോലെ BJPയിലെ പലരും നോട്ടമിട്ടിരിക്കുന്ന ഒരു പദവിയാണ് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള പദവി. ഒരുപാട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഒരുപാട് പേര് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു പദവിയാണ്. പക്ഷെ ആ പദവി പോയത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് പോയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. കാരണം അതൊരു ഒരു ഒരു വലിയ ഒരു കാരണം ഒന്ന് നമ്മുടെ നഗരസഭ അവിടെ ഉണ്ട്, തൃശ്ശൂർ കോർപ്പറേഷൻ ഉണ്ട്. അത് രണ്ടാമത്തെ കാര്യം അവിടെ ഒരു പവറാണ്, പവർഫുൾ ആണ്. അങ്ങനെയാണല്ലോ ചില സ്ഥലത്തേക്ക് ജില്ലാ പ്രസിഡന്റ്. ഇപ്പൊ തിരുവനന്തപുരം BJP ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അല്പം പവറാണ്. അത്രയും പവർ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിന് ഇല്ല. ഇല്ലെങ്കിൽ അത്രയും അതിനേക്കാൾ പവർ കുറവായിരിക്കും ഇടുക്കി ജില്ലാ പ്രസിഡന്റ്. അപ്പൊ CPM എല്ലാ പാർട്ടിയുടെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഉള്ള പവർ ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറിക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ കൊല്ലം ജില്ലാ സെക്രട്ടറിക്ക് ഇല്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു പവർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പവർഫുൾ ആയ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവരാൻ പറ്റി എന്നൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് നടക്കുന്നത്. പിന്നെ പൊതുവെ ഈ BJP ഒരു ഹിന്ദു പാർട്ടിയാണ്. അപ്പൊ ഹിന്ദുക്കൾക്ക് വാരിക്കോരി കൊടുക്കുന്നില്ല എങ്കിൽ ഹിന്ദുക്കളുടെ വിഷയങ്ങളൊക്കെ BJP ഏറ്റെടുക്കുന്നു. അപ്പം ഹിന്ദു പാർട്ടി എന്നൊരു ലേബലിൽ നിന്ന് അവരുടെ പേരുദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോ ഈ മറ്റ് സമുദായങ്ങളാണ്. പേരുദോഷം അല്ല, അവരെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം തന്നെയാണ്. അതിന് അവർക്ക് വോട്ട് വേണം. വോട്ടിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇത്. പക്ഷെ ഇതിനകത്തിപ്പോ അറിഞ്ഞോ അറിയാതെയോ മതം കൂടി കടന്നു വരുമ്പോൾ എനിക്ക് ആ ഫാദർ പറഞ്ഞതിനോട് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഈ മതവും രാഷ്ട്രീയം രണ്ടും രണ്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏതാണ്ട് ഇത് രണ്ടും ഒന്ന് എന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഈ പൊളിറ്റീഷ്യൻസ് നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് പോലെയാണ് പലപ്പോഴും വൈദികർ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇത് വൈറൽ ആകുന്നവരുടെ കാലഘട്ടമാണല്ലോ. ഇനി അങ്ങനെ ആകാനുള്ള ശ്രമവും ചില സഭാ നേതൃത്വത്തിലുള്ള ചിലരെങ്കിലും കാണിക്കുന്നുണ്ട്. നമ്മൾ അപ്രധാനമായിട്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില പുരോഹിതന്മാർ തൃശ്ശൂരിൽ നിന്നോ മറ്റേ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പുരോഹിതൻ, അതെനിക്കൊന്ന് മീഡിയാസ് വലിയ സാധ്യത യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് മീൻസ് യൂട്യൂബ് ചാനലൊക്കെ വന്നുണ്ട്. അവരൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു അച്ഛനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കമന്റ് പറയുന്ന രീതിയിലേക്കൊക്കെ ഇപ്പൊ പോകുന്നുണ്ട് കാര്യങ്ങൾ. ഇതിലും വലിയ കഥയൊന്നുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം എന്തായി ഇവരുടെ കേക്കിന് മധുരമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. മധുരം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഈ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ബെൽറ്റുകളിൽ നടക്കുന്ന റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്.